ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 32 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 33 മുതൽ 36 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി അസ്ഹാബുൽ ഖറിയത്ത് എന്ന രൂപത്തിൽ ഈ സൂറത്തിൽ പരിചയപ്പെടുത്തിയ ആ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ, അങ്ങോട്ട് വന്ന പ്രവാചകന്മാരുടെ കാര്യം, ആ നാടിനെ അള്ളാഹു നശിപ്പിച്ചതുമൊക്കെ. അവർക്ക് മുമ്പും ഇതുപോലെയുള്ള സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും തന്നെ ഈ ആളുകളിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ എല്ലാവരും അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലും. ശേഷം അള്ളാഹു പറയുന്നു, വ ആയത്തുൽ ലഹുമുൽ അർദുൽ മൈത്തത്തു അഹ്യൈനാഹ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. വ ആയത്തുൻ, വാവ് ഇസ്തിനാഫയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. അതായത് ഒരേ വിഷയം പറഞ്ഞു പോരുന്ന സമയത്ത് ഒരു പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന വാവ്. ആയത്തുൻ, ആയത്ത് എന്ന് പറഞ്ഞാൽ വചനം, ദൃഷ്ടാന്തം എന്നൊക്കെ അർത്ഥമുണ്ട്. സാധാരണ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ മാത്രമാണ് ആയത്ത് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുക. മറ്റേതെങ്കിലും തരത്തിലുള്ള വചനങ്ങളെ നമ്മൾ ആയത്തെന്ന് പറയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകങ്ങളെപ്പോലും ആയത്തെന്ന് പറയില്ല. അള്ളാഹുവിൻ്റെ വചനങ്ങളെയാണ് ആയത്തെന്ന് പറയുക. ദൃഷ്ടാന്തം എന്നർത്ഥമുണ്ട്. ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ എന്താണ്? ദൃഷ്ടി കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവ. അപ്പോൾ ഇവിടെ ദൃഷ്ടാന്തം എന്നുള്ള അർത്ഥം. വ ആയത്തുൻ, ഒരു ദൃഷ്ടാന്തമാണ്, അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമിതാ, ലഹും അവർക്ക്, അല്ലെങ്കിൽ അവർക്കുള്ള, അൽ അർദുൽ മൈത്തത്തു, അർദ് ഭൂമി, മൈത്തത്ത് ജീവനില്ലാത്ത നിർജീവമായ, അർദുൽ മൈത്തത്തു നിർജീവമായ ഭൂമി, അഹ്യൈനാഹ, അഹ്യ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു, അഹ്യൈന അവസാനത്തിൽ നാ ചേർക്കുമ്പോൾ നാം ജീവിപ്പിച്ചു, ഹാ അതിനെ, ആ ഭൂമിയെ, അഹ്യൈനാഹ നാം അതിനെ ജീവിപ്പിച്ചു, വ അഖ്റജ്ന, വാവ് അത്ഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും, അല്ലെങ്കിൽ എന്നർത്ഥത്തിൽ, ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്ന രൂപത്തിൽ. അഖ്റജ്ന, അഖ്റജ പുറത്തു കൊണ്ടുവന്നു, ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു, അഖ്റജ പുറത്തു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു. അഖ്റജ്ന, അതിൻ്റെയും അവസാനത്തിലൊരു നാ എന്നുണ്ട്, നാം എന്നർത്ഥം. അഖ്റജ്ന നാം ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ നാം പുറത്തു കൊണ്ടുവന്നു. മിൻ ഹാ അതിൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഹാ അത്, മിൻ ഹാ അതിൽ നിന്ന്, ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ ധാന്യം, ഫ മിൻഹു, ഫ എന്നിട്ട് മിൻഹു അതിൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഹു അത്, മിൻഹു അതിൽ നിന്ന്. യഅ്കുലൂൻ അക്കല തിന്നു, യഅ്കുലു തിന്നും, തിന്നുന്നു, യഅ്കുലൂൻ അവർ തിന്നുന്നു, അല്ലെങ്കിൽ അവർ തിന്നും. ഫ മിൻഹു യഅ്കുലൂൻ എന്നിട്ട് അതിൽ നിന്ന് അവർ കഴിക്കുന്നു, അവർ ഭക്ഷിക്കുന്നു, അവർ തിന്നുന്നു. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം, വ ആയത്തുൽ ലഹുമുൽ അർദുൽ മൈത്തത്തു, നിർജീവമായ ഭൂമി അവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അഹ്യൈനാഹ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ, അതിനെ നാം ജീവിപ്പിച്ചു, അതിൽ നിന്ന് ധാന്യം പുറത്തു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ധാന്യം ഉൽപ്പാദിപ്പിച്ചു, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. അടുത്ത ആയത്ത്, വ ജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വ അഅനാബിൻ. വ ജഅൽനാ, ജഅല ആക്കി, അല്ലെങ്കിൽ ഉണ്ടാക്കി, ജഅൽനാ നാം ആക്കി, അല്ലെങ്കിൽ നാം ഉണ്ടാക്കി. അതിൻ്റെ മുമ്പ് വാവുണ്ട്, അത്ഫിൻ്റെ വാവാണ്. നാം ഉണ്ടാക്കുകയും ചെയ്തു. ഫിഹാ അതിൽ, ആ ഭൂമിയിൽ. ജന്നാത്ത് തോട്ടങ്ങൾ, ജന്നത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജന്നാത്ത് തോട്ടങ്ങൾ. മിൻ നഖീലിൻ, നഖീൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴവർഗം, ഈത്തപ്പനവർഗം.
മിൻ നഖീലിൻ ഈത്തപ്പന വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈത്തപ്പനയാൽ ഈത്തപ്പനയുടെ വ അയനാബിൻ ഐനബ് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് അയനാബ് മുന്തിരി വർഗം. അപ്പോൾ മുന്തിരി വർഗത്തിൻ്റെ അല്ലെങ്കിൽ മുന്തിരി വർഗത്താലും വാവ് അത്തിഫിൻ്റെ വാവാണ് എന്നർത്ഥത്തിൽ വ അയനാബിൻ മുന്തിരിയാലും വ ഫജ്ജർന ഫജ്ജറ ഫജ്ജറ എന്ന് പറഞ്ഞാൽ ഒഴുക്കി എന്ന് പറയാം. ശരിക്ക് തുറന്നു വിട്ടു അല്ലെങ്കിൽ പൊട്ടിപ്പിളർത്തി എന്നുള്ള രൂപത്തിലൊക്കെയാണ് അതിന് അർത്ഥം കൊടുക്കുക. ഫജ്ർ പ്രഭാതം പൊട്ടിവരിക. അപ്പോൾ ഇവിടെ ഒഴുക്കി എന്നുള്ള അർത്ഥം കൊടുക്കാം. ഫജ്ജർന അവസാനത്തിൽ നാ എന്നുണ്ട് നാം. ഫജ്ജർന നാം ഒഴുക്കി. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, അത്തഫിൻ്റെ വാവാണ് എന്നർത്ഥത്തിൽ. വ ഫജ്ജർന നാം ഒഴുക്കുകയും ചെയ്തു. ഫജ്ജർന എന്ന് മാത്രം പറഞ്ഞാൽ നാം ഒഴുക്കി. വ ഫജ്ജർന എന്ന് പറയുമ്പോൾ നാം ഒഴുക്കുകയും ചെയ്തു അല്ലെങ്കിൽ നാം തുറന്നു വിടുകയും ചെയ്തു. ഫിഹ അതിൽ ആ ഭൂമിയിൽ മിനൽ ഒയൂൻ ഐൻ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഒയൂൻ. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥമുണ്ട്, അരുവി എന്നർത്ഥമുണ്ട്, ചാരൻ എന്നർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് അരുവി എന്നുള്ള അർത്ഥം. ഒയൂൻ അരുവികൾ, നീരുറവകൾ. മിനൽ ഒയൂൻ അരുവികളിൽ നിന്ന് അല്ലെങ്കിൽ അരുവികളാൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വജഅൽന ഫീഹ ജന്നാത്തിൻ മിൻ നഖീലിൻ വ അയനാബിൻ വ ഫജ്ജർന ഫീഹ മിനൽ ഒയൂൻ. അതിൽ നാം മുന്തിരി വർഗത്തിൻ്റെയും ഈത്തപ്പന വർഗത്തിൻ്റെയും ഒക്കെ തോട്ടങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അതിൽ നാം അരുവികളെ ഒഴുക്കുകയും ചെയ്തു. അടുത്തായത് ലിയക്കുലു മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം. ലിയക്കുലു അക്കല തിന്നു, യക്കുലു തിന്നും തിന്നുന്നു, യക്കുലൂന അവർ തിന്നും അവർ തിന്നുന്നു. ആ യക്കുലൂനിൻ്റെ മുമ്പിൽ അൻ എന്ന് ചേർന്നാൽ അൻ യക്കുലൂ എന്നാവും. തിന്നുവാൻ അവർ തിന്നുവാൻ എന്നാണ് അർത്ഥം കിട്ടുക. അതിൻ്റെ മുമ്പിൽ ലി ചേർക്കുമ്പോൾ ലി അൻ യക്കുലു എന്നുള്ളതിൽ അന്നിനെ കളയും. അപ്പോൾ ലി യക്കുലു എന്നാവും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലി യക്കുലു എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു അൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ലി യക്കുലു അവർ തിന്നുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർ തിന്നുവാൻ. മിൻ സമരിഹി അതിൻ്റെ ഫലങ്ങളിൽ നിന്ന്. സമർ എന്ന് പറഞ്ഞാൽ ഫലം, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഹി അതിൻ്റെ. മിൻ സമരിഹി അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ അവൻ്റെ ഫലങ്ങളിൽ നിന്ന്, അള്ളാഹു ഉണ്ടാക്കിയതായതുകൊണ്ട് അവൻ്റെ ഫലങ്ങളിൽ നിന്ന്, അങ്ങനെ അർത്ഥം കൊടുക്കാം. വമാ അമിലത് ഹു അമില പ്രവർത്തിച്ചു, അമിലത്ത് അത് പ്രവർത്തിച്ചു, സ്ത്രീലിംഗാക്കിയതാണ്. അവസാനത്തിലൊരു താഴ് ചേർത്ത് സുക്കൂനുള്ള താഴ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്നുണ്ട് ഐതിഹ്യം, കൈകളാൽ പ്രവർത്തിച്ചുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഐതിഹ്യം എന്നുള്ള ആ ഒരു കൈകൾ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് അതിൻ്റെ ക്രിയയും സ്ത്രീലിംഗാക്കി. അത് ഗ്രാമറിൻ്റെ സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ അത് പ്രവർത്തിച്ചു, അമിലത്ത് അത് പ്രവർത്തിച്ചു, ഹു അതിനെ. അതിൻ്റെ മുമ്പിലൊരു മാ എന്നുണ്ട്. ഈ മാ എന്നുള്ളതിന് രണ്ട് രൂപത്തിലും അർത്ഥം കൊടുക്കാം. മാ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. അതിലിവിടെ മാ എന്നുള്ളതിന് ഇല്ല അല്ല എന്നുള്ള ആ അർത്ഥവും കൊടുക്കുക, അല്ലെങ്കിൽ അത് എന്നുള്ള അർത്ഥവും കൊടുക്കാം. അപ്പോൾ മാ അമിലത്ത് ഹു അത് അതിനെ പ്രവർത്തിച്ചത് എന്നർത്ഥം കൊടുക്കാം, അത് അതിനെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം കൊടുക്കാം. വ മാ അമിലത്ത് ഹു അതിനെ പ്രവർത്തിച്ചുണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിച്ചുണ്ടാക്കിയതും അധ്വാനിച്ചുണ്ടാക്കിയതും. ഐദീഹിം യദുൻ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഐദ്. യദ് എന്ന് പറഞ്ഞാൽ കൈ, ഐദ് കൈകൾ, ഐദീഹിം അവരുടെ കൈകൾ. അപ്പോൾ അമിലത്ത് ഹു ഐദീഹിം അവരുടെ കൈകൾ അതിനെ പ്രവർത്തിച്ചുണ്ടാക്കിയതും, അല്ലെങ്കിൽ അവരുടെ കൈകൾ അതിനെ പ്രവർത്തിച്ചുണ്ടാക്കിയിട്ടില്ല. അഫല യഷ്കുറൂൻ ഷക്കറ യഷ്കുറു ഷക്കറ നന്ദി കാണിച്ചു, യഷ്കുറു നന്ദി കാണിക്കും നന്ദി കാണിക്കുന്നു, യഷ്കുറൂൻ അവർ നന്ദി കാണിക്കും അവർ നന്ദി കാണിക്കുന്നു, ലാ യഷ്കുറൂൻ അവർ നന്ദി കാണിക്കുന്നില്ല. അതിൻ്റെ മുമ്പിൽ ആ ഫ എന്നീ രണ്ടക്ഷരങ്ങളുണ്ട്. ഫ എന്ന് പറഞ്ഞാൽ എന്നിരിക്കുക അല്ലെങ്കിൽ എന്നിട്ട്. ആ എന്നുള്ളത് ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണോ അല്ലേ എന്നൊക്കെ ചോദ്യമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് പിന്നെ പറയാം. ആ എന്ന് ചേർത്തിട്ട് ആ ലാ യഷ്കുറൂൻ അവർ നന്ദി കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവർ നന്ദി കാണിച്ചുകൂടെ. ഇനി ആ ഫ എന്നുള്ളതിൻ്റെ അർത്ഥം കൂടെ ചേർത്ത് പറയാം, എന്നിട്ട് അല്ലെങ്കിൽ എന്നിരിക്കെ. അപ്പോൾ അഫല യഷ്കുറൂൻ എന്നിരിക്കെ അവർക്ക് നന്ദി കാണിച്ചുകൂടെ, അല്ലെങ്കിൽ എന്നിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ലിയക്കുലു മിൻ സമരിഹി വമാ അമിലത് ഹു ഐദീഹിം അഫല യഷ്കുറൂൻ അതിൻ്റെ പഴങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അവരുടെ കൈകൾ അതിനെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതും.
എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ എന്നിരിക്കെ അവർക്ക് നന്ദി കാണിച്ചുകൂടെ. അടുത്തായത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. സുബ്ഹാന, സബ്ബഹ, സബ്യഹ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. സബ്ബഹ പ്രകീർത്തനം ചെയ്തു. സുബ്ഹാന, ഈ തസ്ബീഹിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപമാണ് സുബ്ഹാന എന്നുള്ളത്. സുബ്ഹാന മഹാപരിശുദ്ധൻ, എത്ര പരിശുദ്ധൻ എന്ന രൂപത്തിലാണ് അതിനർത്ഥം കൊടുക്കുക. സുബ്ഹാന എത്ര പരിശുദ്ധൻ അല്ലെങ്കിൽ മഹാപരിശുദ്ധൻ. അല്ലസീ ഖലഖൽ അസ്വാജ, ഖലക്ക സൃഷ്ടിച്ചു, അല്ലസീ ഖലക്ക സൃഷ്ടിച്ചവൻ. അൽ അസ്വാജ, സൗജ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. സൗജ് ഇണ, അസ്വാജ് ഇണകൾ. അൽ അസ്വാജ ഇണകളെ. അപ്പോൾ സുബ്ഹാനല്ലസീ ഖലഖൽ അസ്വാജ, ഇണകളെ സൃഷ്ടിച്ചവൻ മഹാപരിശുദ്ധൻ, അല്ലെങ്കിൽ ഇണകളായി സൃഷ്ടിച്ചവൻ മഹാപരിശുദ്ധൻ. കുല്ലഹ, കുല്ല എല്ലാം, ഹാ അവ, കുല്ലഹ അവ എല്ലാം, അല്ലെങ്കിൽ അവ എല്ലാറ്റിനെയും, അവ എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചവൻ മഹാപരിശുദ്ധൻ, എത്ര പരിശുദ്ധൻ. മിമ്മ തുമ്പിത്തുൽ അർദു, അമ്പത്ത മുളപ്പിച്ചു, ഉൽപ്പാദിപ്പിച്ചു. യുംബിത്തു, തുമ്പിത്തു എന്നൊക്കെ പറഞ്ഞാൽ മുളപ്പിക്കും, മുളപ്പിക്കുന്നു. ഇവിടെ തുമ്പിത്തു ആണ് വന്നത്, അത് അതിനുശേഷം വന്ന അർദ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. അപ്പോൾ തുമ്പിത്തു മുളപ്പിക്കും, മുളപ്പിക്കുന്നു. അതിനു മുമ്പിൽ മിൻ മാ എന്നുണ്ട്. ആ മിൻ മാ എന്നുള്ളതിനെ ചേർത്താണ് മിമ്മ എന്ന് എഴുതിയത്. മാ തുമ്പിത്തു മുളപ്പിക്കുന്നത്. അതിനു മുമ്പിൽ മിൻ ചേർക്കുമ്പോൾ മിൻ മാ തുമ്പിത്തു മുളപ്പിക്കുന്നതിൽ നിന്ന്. അതാണ് ഒന്നിച്ച് മിമ്മ എന്നുള്ള രൂപത്തിൽ മിമ്മ തുമ്പിത്തു മുളപ്പിക്കുന്നതിൽ നിന്ന്. അൽ അർദ് ഭൂമി, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന്. വമിൻ അംഫുസിഹിം, വാവ് അത്തിഫിൻ്റെ വാവാണ് എന്നർത്ഥത്തിൽ. മിൻ അംഫുസിഹിം, നഫ്സിൻ്റെ ബഹുവചനമാണ് അൻഫുസ്. നഫ്സ് എന്ന് പറഞ്ഞാൽ ദേഹം, സ്വന്തം. അൻഫുസ് ദേഹങ്ങൾ, സ്വന്തങ്ങൾ. അൻഫുസിഹിം അവരുടെ ദേഹങ്ങൾ. മിൻ എന്ന് പറയുമ്പോൾ ഇൽ നിന്ന്, അപ്പോൾ മിൻ അംഫുസിഹിം അവരുടെ ദേഹങ്ങളിൽ നിന്ന്. അതിന് തുടക്കത്തിൽ വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ വമിൻ അംഫുസിഹിം അവരുടെ ദേഹങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ സ്വന്തം വർഗത്തിൽ നിന്നും എന്നർത്ഥം. വമിമ്മ ലാ യഅലമൂൻ, അലിമ അറിഞ്ഞു, യഅലമു അറിയും, അറിയുന്നു, യഅലമൂൻ അവർ അറിയും, അവർ അറിയുന്നു, ലാ യഅലമൂൻ അവർ അറിയുന്നില്ല. അതിനു മുമ്പിൽ മിമ്മ എന്നുണ്ട്. മാ യഅലമൂൻ അവർ അറിയുന്നില്ലാത്തത്. അതിനു മുമ്പിൽ മിൻ ചേർത്ത് പറയുമ്പോൾ മിൻ മാ യഅലമൂൻ അവർ അറിയുന്നില്ലാത്തതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാത്തതിൽ നിന്ന്. അതിൻ്റെ മുമ്പിൽ ഒരു അത്തിഫിൻ്റെ വാവുണ്ട്, വ മിമ്മ ലാ യഅലമൂൻ അവർക്ക് അറിയാത്തതിൽ നിന്നും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം സുബ്ഹാനല്ലസീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചവൻ മഹാപരിശുദ്ധൻ. മിമ്മ തുമ്പിത്തുൽ അർദു ഭൂമി മുളപ്പിച്ചവയിൽ നിന്നും, വമിൻ അംഫുസിഹിം അവരുടെ സ്വന്തം വർഗത്തിൽ നിന്നും, വമിമ്മ ലാ യഅലമൂൻ അവർക്ക് അറിയാത്തതിൽ നിന്നും. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് 13-ാമത്തെ ആയത്ത് മുതൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ആളുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു രാജ്യക്കാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ. വദരിബ് ലഹും മസലൻ, അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കൂ. ഒരു അസ്ഹാബുൽ ഖറിയത്തിൻ്റെ എന്താണ് അവർക്ക് സംഭവിച്ചത്. അവരുടെ അടുത്തേക്ക് 2 പേര് ചെന്നു, പിന്നെ 3-ാമത്തെ ഒരാൾ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെന്നു, പിന്നെ ആ പട്ടണത്തിൻ്റെ വിദൂര ഭാഗത്തു നിന്ന് ഒരാൾ ഓടിക്കൊണ്ടുവന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ അവരതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവരുടെ അടുത്തേക്ക് ആര് ചെന്നാലും അവരെ പരിഹസിച്ചുകൊണ്ട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാതെ അവർ പറയുന്നത് ആ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ, അത് കേൾക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ല. ഏത് ദൂതന്മാർ ചെന്നാലും അവരൊക്കെ പരിഹസിക്കുന്ന ഒരു നാട്ടുകാർ. ആ നാട്ടുകാരെ അള്ളാഹു നശിപ്പിച്ചു. ഒരു അട്ടഹാസം, ഒരു ഗർജനം അല്ലെങ്കിൽ ഘോര ശബ്ദം കൊണ്ട് അവരെ നശിപ്പിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. വീണ്ടും ആ ഒരു ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള ആളുകളിലേക്ക് തന്നെ വരികയാണ്. ആയത്തുൽ ലഹുമുൽ അർദുൽ മൈത്തത്തു, ഇനി ഇവർക്കിതാ ദൃഷ്ടാന്തം. അതങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ആ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല പല ദൃഷ്ടാന്തങ്ങളും ചോദിച്ചിരുന്നു. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ മഹാദൃഷ്ടാന്തം ഉണ്ടായിരിക്കെ തന്നെ അവർ മറ്റു പല ദൃഷ്ടാന്തങ്ങളും ചോദിക്കുകയാണ്. ഇത് മനസ്സിലാവാത്തത് കൊണ്ടല്ല. കാരണം ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഇല്ലാത്തതൊന്ന് ചോദിക്കുക, എന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് വെറുതെ ഒരു ന്യായം പറയാം. ആ തരത്തിൽ അവർ പലതും ചോദിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ചോദിച്ച ചില കാര്യങ്ങളാണ്,
ചില തോട്ടങ്ങൾ നീ ഉണ്ടാക്ക്, അതിൻ്റെ അടുത്ത് അരുവികൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അള്ളാഹു ഇവിടെ കൊടുക്കുന്ന, അവരോട് പറയുന്ന കാര്യം എന്താണ്? ആയത്തുൽ ലഹ്മുൽ അർദുൽ മൈത്തത്തു. ആ ആളുകൾക്ക് നിർജീവമായ ഭൂമി തന്നെ വലിയൊരു ദൃഷ്ടാന്തമാണല്ലോ. അഹ്യൈനാഹ വ അഖ്റജ്ന മിൻഹ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. അതിന് നാം ജീവൻ നൽകി, അല്ലെങ്കിൽ അതിനെ ജീവിപ്പിച്ചു, അതിൽ നിന്ന് ധാന്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു, അതിൽ നിന്നിതാ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ ദൃഷ്ടാന്തമല്ലേ? അത് അവർക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ? അത് രണ്ട് രൂപത്തിൽ മനസ്സിലാക്കാം നമുക്ക്. ഒന്ന്, ആ നാട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ അവർക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, അവരുടെ അറിവിൽപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെ പല തോട്ടങ്ങളുണ്ട്. ആ മരുഭൂമിയിൽ അവർ ജീവിക്കുന്ന ആ സ്ഥലത്ത് തന്നെ പല തോട്ടങ്ങളുമുണ്ട്. നമുക്കറിയാം, ഈത്തപ്പനത്തോട്ടങ്ങളൊക്കെ ധാരാളമായിട്ട് പല ആളുകൾക്കും പല സ്വഹാബിമാർക്കും ഒക്കെ ഉള്ളതായിട്ട്. അപ്പോൾ അതിൻ്റെ മുൻകാലത്ത്, ആ ജാഹിലിയ കാലത്തൊക്കെയുള്ള തോട്ടങ്ങളാണല്ലോ അത്. അപ്പോൾ അവിടെ പല തോട്ടങ്ങളും ഉണ്ട്. ആ തോട്ടങ്ങളുടെ ഇടയിലൂടെ അരുവികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കൂ. ഇനി ഇത് പുതിയതായിട്ട് ദൃഷ്ടാന്തം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇതൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതെങ്ങനെയുണ്ടായതാ? നിർജീവമായി കിടക്കുന്ന ഭൂമിയെയാണ് അള്ളാഹു ഈ തരത്തിലേക്ക് കൊണ്ടുവന്നത്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള, ശാസ്ത്രമൊക്കെ പുരോഗമിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? അതാകെ ചുട്ടുപഴുത്ത് നിൽക്കുന്നൊരവസ്ഥ. അതിനുശേഷം അത് തണുത്തു. പിന്നീടാണ് അതിൻ്റെ പുറത്ത് ഈ പറയുന്ന സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇതാണല്ലോ ശാസ്ത്രം പറയുന്നത്. ആ രൂപത്തിൽ ചിന്തിച്ചാലും ജീവനില്ലാതെ കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിച്ചു, അതിൽ നിന്ന് ധാന്യങ്ങളും മറ്റും പുറത്തു കൊണ്ടുവന്നു. ആ രൂപത്തിൽ ചിന്തിച്ചാലും. ഇനി ആ നാട്ടുകാർക്കും നമ്മൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്താണ്? നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവസുറ്റതാക്കുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? കൊടും വേനലിൽ പലപ്പോഴും നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളുടെയും അവസ്ഥ എന്താണ്? കുട്ടികളൊക്കെ ആ സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു, പൊടികൾ പാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കതുവഴി പോകാൻ പോലും പറ്റാത്ത രൂപത്തിൽ പൊടി പാറിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് നോക്കിയിട്ട് ഒരാളോട് നമ്മൾ പറയാണ്, ഇതാ ഈ പൊടിയൊക്കെ പാറിക്കിടക്കുന്ന ഈ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെ കുറച്ച് കാലം കഴിഞ്ഞാൽ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ തോട്ടങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തോന്നും. പക്ഷേ ഒന്ന് മഴ പെയ്ത് അവിടെ ആരും കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാതെ കുറച്ച് കാലം ഇങ്ങനെ കിടന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ആകെ കാട് പൊങ്ങി വരൂലേ? ആകെ ചെടികളൊക്കെ പൊങ്ങി വരൂലേ? അപ്പോൾ നോക്കൂ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നിർജീവമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു ജീവസുറ്റതാക്കി മാറ്റുന്നു. ഇതെന്തിനും കൂടെയുള്ള തെളിവാണ്. ഇത് ഒരു ഉയിർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതായത് ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവൻ നൽകാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾക്കൊക്കെ ഒരു ഉയിർത്തെഴുന്നേൽപ്പുണ്ട്. മരിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. ഒരു പരലോകമുണ്ട്, ഒരു ഉയിർത്തെഴുന്നേൽപ്പ് നാളുണ്ട് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റുന്നു. അതിൽ നിന്ന് ധാന്യങ്ങളും മറ്റും പുറത്തു കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു അവർക്ക് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുന്നത്, നിങ്ങൾ അതിൽ നിന്ന് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ അന്നത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അതെങ്ങനെ ഉണ്ടായതാ? എന്നിട്ട് അള്ളാഹു പറയാം, വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വ അനാബിൻ വ ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. കൃത്യമായിട്ട് സംശയമില്ലാത്ത രൂപത്തിൽ അവർക്കങ്ങ് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഈത്തപ്പന തോട്ടങ്ങൾ അള്ളാഹു അതിലുണ്ടാക്കിയില്ലേ? അത് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ? എന്താണ് ഇതെടുത്ത് പറയാൻ കാരണം? അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ചില ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറഞ്ഞതാണ്. വേറെ പല തോട്ടങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല. അവർക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞതാണ്. പല പല നാനാവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട്. ഈത്തപ്പനയുടെ തന്നെ എത്ര വർഗ്ഗങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഇപ്പോൾ പല പല തരത്തിലുള്ള ഈത്തപ്പഴങ്ങൾ വരാറുണ്ട്, അല്ലേ? പല വർഗ്ഗത്തിൽപ്പെട്ട. വിദേശ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈത്തപ്പഴം തന്നെ എത്ര വർഗ്ഗങ്ങളാണ്. മുന്തിരി എത്ര വർഗ്ഗങ്ങളാണ്, എത്ര കളറിലാണ് വരുന്നത്. അപ്പോൾ പലതരം ഈത്തപ്പഴങ്ങളും പലതരം മുന്തിരികളുമൊക്കെ ഇതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. അതാണ് ദൃഷ്ടാന്തം. ദൃഷ്ടി കൊണ്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നവ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾക്കുള്ള തെളിവുകൾ
ആ തെളിവുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ് വ ഫജ്ജർന ഫിഹ മിനൽ ഒയൂൻ, അതിൽ അള്ളാഹു അരുവികൾ, ഉറവകൾ ഒഴുക്കിക്കൊടുത്തു. നോക്കണം, നിർജീവമായ ഒരു ഭൂമിയിൽ ഉറവകൾ ഒഴുക്കി കൊടുക്കുക അല്ലെങ്കിൽ അരുവികൾ ഒഴുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ട് ശീലമായതുകൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് ഒരു പ്രശ്നമില്ലാതെ പോകും. പക്ഷേ ശരിക്കൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊരു അത്ഭുതമാണത്. ഈ ലോകത്തുള്ള പല പല വർഗത്തിലുള്ള സസ്യങ്ങളും ചെടികളും പഴങ്ങളും എല്ലാം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര വർഗം ചെടികളാണ്, എത്ര വർഗം പഴങ്ങളാണ് നമ്മൾ കഴിക്കുന്നതും കഴിക്കാത്തതുമായ. അപ്പോൾ ഇതൊക്കെ അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചു. അതുപോലെ തന്നെ നിർജീവമായി കിടക്കുന്ന ഭൂമിയിലാണ് അള്ളാഹു അരുവികൾ ഒഴുക്കിയത്. ഒരു കാലത്ത് വേനൽക്കാലത്തൊക്കെ ആകെ വരണ്ട് കിടക്കുന്ന പുഴയും അരുവിയുമൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ നിറഞ്ഞൊഴുകുകയാണ്. എന്തൊരു മനോഹരമായ ദൃഷ്ടാന്തമാണ്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൽ അള്ളാഹു ഉറവകൾ അല്ലെങ്കിൽ അരുവികൾ ഒഴുക്കി. ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള ഈ പഴവർഗ്ഗങ്ങളും ഈ കായ്ക്കനികളുമൊക്കെ ഈ ധാന്യവുമൊക്കെ അള്ളാഹു എന്തിനാണ് ഉണ്ടാക്കിയത്? ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം. ലിയഅ്കുലൂ മിൻ സമരിഹി, അതിൻ്റെ പഴങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുവാൻ വേണ്ടി. അവർക്ക് ഭക്ഷിക്കാനാണ് അതൊക്കെ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തത്. വമാ അമിലത്ഹു ഐദീഹിം, അവരുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതും. അത് രണ്ട് രൂപത്തിൽ അർത്ഥം കൊടുക്കാമെന്ന് പറഞ്ഞു. അവരുടെ കൈകൾ അധ്വാനിച്ചിട്ടില്ല എന്നും അവരുടെ കൈകൾ അധ്വാനിച്ചതും എന്ന് രണ്ട് രൂപത്തിലും അർത്ഥം കൊടുക്കാം. അവരുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയതെന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു നൽകിയ ഈ വിഭവങ്ങളെ മനുഷ്യന് വേണമെങ്കിൽ മറ്റ് പലതുമാക്കിയിട്ട് മാറ്റാം, അല്ലേ? ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും പാചകം ചെയ്യുമ്പോൾ അതിൽ പലതും ചേർത്തിട്ടാണ്, പല ചേരുവകളും ചേർത്തിട്ടാണ് നമ്മൾ പുതിയ പല പല ഭക്ഷണങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം കുറച്ച് സാധനങ്ങൾ വേണമല്ലോ. അത് അള്ളാഹു നൽകിയതാണ്. അപ്പോൾ അള്ളാഹു നൽകിയ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മളത് മറ്റ് പലതുമൊക്കെ ആയിട്ട് ചേർത്ത് പുതിയ പുതിയ പല വിഭവങ്ങളുമാക്കി മാറ്റുന്നു. അപ്പോൾ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയതും അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതും അതും അള്ളാഹു തന്നെ നൽകിയതാണെന്നർത്ഥം. ഇനി മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവാണ് ഇതൊക്കെ ഭൂമിയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ അതെല്ലാം ഭൂമിയിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല. മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതല്ല അതൊക്കെ അള്ളാഹു മാത്രമായിട്ട് നൽകിയതാണ്. ആ രണ്ട് അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? അവർക്ക് നന്ദി കാണിച്ചുകൂടെ? അവർ നന്ദി കാണിക്കേണ്ടവരല്ലേ? ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ അവരുടെ കൺമുമ്പിൽ അവർ നേരിട്ട് കണ്ടിട്ട് ഇതിൻ്റെയൊക്കെ സൃഷ്ടാവിനോട് നന്ദി കാണിക്കേണ്ടവരല്ലേ? അവർ നന്ദി കാണിക്കേണ്ടവരല്ലേ? അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു വലിയൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. എല്ലാ സംഗതികളുടെയും ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവാണിത് മുഴുവൻ നമുക്ക് നൽകിയത്. അതിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്മാരുണ്ടാക്കുന്നതല്ല ഒന്നും, എല്ലാം അള്ളാഹു നൽകിയതാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നൽകിയതാണ്. അള്ളാഹു നൽകിയ സാധനങ്ങൾ ഉപയോഗിച്ച് മറ്റ് പലതുമായിട്ട് ചേർത്ത് നമുക്ക് പുതിയ എന്തെങ്കിലും സംഗതി ഉണ്ടാക്കാമെന്നല്ലാതെ ഇതെല്ലാം നൽകിയത് അള്ളാഹുവാണ്. അപ്പോൾ ആ സൃഷ്ടാവിന് നന്ദി കാണിക്കേണ്ടവരല്ലേ മനുഷ്യ നീ? അങ്ങനെ നീ നന്ദി കാണിക്കുന്നില്ലേ? എന്താണ് നീ നന്ദി കാണിക്കാത്തത് എന്ന രൂപത്തിലാണ് അവിടെ ചോദിക്കുന്നത്. അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? അവർ നന്ദി കാണിക്കേണ്ടവരല്ലേ എന്നർത്ഥം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അടുത്തൊരു വലിയ ദൃഷ്ടാന്തം. എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചവൻ മഹാപരിശുദ്ധൻ. ഭൂമി മുളപ്പിച്ചവ, നിങ്ങളുടെ വർഗത്തിൽ നിന്നുള്ളവ, നിങ്ങൾക്ക് അറിയാത്തവ, ഇവയിൽ നിന്നൊക്കെയുള്ളതിനെ ഇണകളാക്കി അള്ളാഹു സൃഷ്ടിച്ചു. അപ്പോൾ ഭൂമി മുളപ്പിച്ചത് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പുറത്തു വന്നതെന്ന് പറയുമ്പോൾ ചെടിവർഗ്ഗങ്ങൾ, സസ്യവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഇണകളാണ്. ഇനി നമ്മുടെ വർഗ്ഗം, മനുഷ്യവർഗ്ഗവും അല്ലാത്ത വർഗ്ഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ അവസാനം പറയാം, വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അറിയാത്തവയിൽ നിന്നും. അതായത് നമുക്കറിയാത്ത പലതുമുണ്ട്, അതൊക്കെ ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹു എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ ചിലതൊക്കെ കണ്ടുപിടിച്ചു, ചിലത് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കാലത്ത് ഇലക്ട്രോണും പ്രോട്ടോണും അത് ഇണകൾ എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ഇണകളായിട്ടാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ന്യൂട്രോൺ ഒറ്റയ്ക്കാണ്, അതിന് ഇണയൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം, ന്യൂട്രോണിന് ഒരു ആൻറ്റി ന്യൂട്രോൺ ഉണ്ട്.
അതതിൻ്റെ ഇണയാണ്. ആ തരത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അള്ളാഹു എല്ലാറ്റിനെയും, എല്ലാ സർവ്വചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. അതിൽ ചിലതൊക്കെ മനുഷ്യനറിയാം, ചിലത് അറിയൂല. ആ ഇണകളായിട്ട് സൃഷ്ടിച്ചതിലും വലിയ ദൃഷ്ടാന്തമുണ്ട്. ആ രണ്ട് ഇണകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. രാവും പകലും കൂടുമ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ആകാശവും ഭൂമിയും കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. കടലും കരയും ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. എല്ലാറ്റിനെയും അള്ളാഹു ഇണകളാക്കിയിട്ട് സൃഷ്ടിച്ചു. ചിലതൊക്കെ മനുഷ്യനറിയാം, ചിലത് അറിയൂല. അപ്പോൾ ഇണകളാകുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്ന് പറയുന്ന ഈ ആയത്തിൻ്റെ തുടക്കം അള്ളാഹു എങ്ങനെയാണ് തുടങ്ങിയത്? സുബ്ഹാന, മഹാപരിശുദ്ധൻ. എന്താണ് ഈ മഹാപരിശുദ്ധൻ എന്ന് പറയുമ്പോൾ? ഒരു ന്യൂനതയും ഇല്ലാത്ത ഒരുവൻ, യാതൊരു കുറവുമില്ലാത്ത ഒരുവൻ. അപ്പോൾ ആ ഒരുവനാണ് എല്ലാ ഇണകളെയും സൃഷ്ടിച്ചത്. എല്ലാറ്റിനെയും ഇണകളാക്കി സൃഷ്ടിച്ചവനും ആ ഒരുവനാണ്. അപ്പോൾ ആ ഒരുവൻ എങ്ങനെയായിരിക്കണം? ഇണയായിരിക്കാൻ പാടില്ലല്ലോ. എല്ലാറ്റിനെയും സൃഷ്ടിച്ച, എല്ലാറ്റിനെയും ഇണകളാക്കി സൃഷ്ടിച്ച ആ ഒരുവൻ, അവൻ ഒരുവനാണ്. അവൻ ഇണയല്ല, അവൻ മഹാപരിശുദ്ധൻ. ഇണയാകുമ്പോൾ രണ്ടെണ്ണം കൂടെ ചേരുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതേസമയത്ത് മഹാപരിശുദ്ധൻ, അങ്ങനെ ഒരു രണ്ടെണ്ണം ചേരുമ്പോൾ ഇണ എന്നുള്ള ആ ഒരു കാര്യം കൂടി അവിടെ വരുന്നില്ല. ഒറ്റയ്ക്ക് തന്നെ പരിപൂർണനായ ഒരുവൻ, അതാണ് മഹാപരിശുദ്ധൻ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെയാണ് ആ ഒരു മഹാപരിശുദ്ധി ലഭിക്കുന്നത്. അത് ഇണയായിട്ടല്ല, പടച്ചോൻ ഇണയായിട്ടല്ല, അള്ളാഹു സൃഷ്ടിച്ചവയൊക്കെ ഇണയായിട്ടാണ്. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചത് ഇണയായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു അപൂർണത വരുന്നുണ്ട്. രണ്ടെണ്ണം ചേരുമ്പോഴേ അതൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഒരു കുറവ് അവിടെ വരുന്നുണ്ട്, ഒരു ന്യൂനത. ആ ന്യൂനത ഇല്ലാത്തവൻ മഹാപരിശുദ്ധൻ. സുബ്ഹാനല്ലസീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചവൻ മഹാപരിശുദ്ധൻ. അപ്പോൾ ശരിക്ക് ഈ ആയത്തുകൾ ആളുകളുടെ കണ്ണ് തുറപ്പിക്കുന്ന ആയത്തുകളാണ്. ചിന്തിക്കുകയാണെങ്കിൽ, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ആയത്തുകൾ ഒരു മനുഷ്യനെ കൊണ്ട് കൃത്യമായ രൂപത്തിൽ ആ ദൃഷ്ടാന്തങ്ങൾ കാണാനും അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കണ്ടെത്താനും തീർച്ചയായിട്ടും ഈ ആയത്തുകൾ മതി. പക്ഷേ ആ തരത്തിൽ ചിന്തിക്കണമെന്ന് മാത്രം. എന്തു തന്നെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കിട്ടിയാലും അത് സ്വീകരിക്കരുത്, പകരം വേറെന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്ന് ധാരണ വെച്ച് നടക്കുന്നവർക്കുള്ളതല്ല. അതേസമയത്ത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ആയത്തുകളിലൂടെ വലിയൊരു പാഠമാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ആയത്തുല്ലഹും, ആയത്തുല്ലഹും എന്ന് പറയുമ്പോൾ ലാമിൻ്റെ മുമ്പ് തെൻവീന് വന്നു. ലാമിൻ്റെ മുമ്പ് തെൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ ആ സുക്കൂനുള്ള നൂനെ അല്ലെങ്കിൽ തെൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന, അതാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ ആയത്തുൻ എന്നുള്ളത് ആയത്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പാരായണം ചെയ്യുക. ആയത്തു, പിന്നെ ലാമിന് ശബ്ദ് കൊടുക്കുക, ആയത്തുല്ലഹും. അങ്ങനെയാണ് അവിടെ ആ ലാമിന് ശബ്ദ് ഇട്ടിട്ട് എഴുതാനുള്ള കാരണം. അല്ലെങ്കിൽ ശരിക്കും ലഹും എന്ന് എഴുതുമ്പോൾ ലാമിന് ശബ്ദ് വരേണ്ട ആവശ്യമില്ല. ഈ ആയത്തുല്ലഹും എന്ന് പറയുമ്പോൾ ഒരു ശബ്ദുള്ള ലാമിൻ്റെ ഉച്ചാരണം അവിടെ വരും. അതിനാണ് അവിടെ ആ ശബ്ദ് കാണിച്ചിരിക്കുന്നത്, ആയത്തുല്ലഹും. ലഹുമുൽ അർദുൽ മൈത്തത്തു അഹ്യൈനാഹ വ അഹ്റജ്ന. ജീവന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, കുറച്ച് വെളിവാക്കി പറയണം. ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. വ അഹ്റജ്ന മിൻഹ, ഹാഇൻ്റെ മുമ്പ് സുക്കൂനൂന് ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. അപ്പോൾ മിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രം സുക്കൂനുള്ള നൂന് എഴുതുമ്പോൾ ആ പുള്ളിക്ക് പുറമേ ആ സുക്കൂനിൻ്റെ അടയാളം ഉണ്ടാവും. ബാക്കിയുള്ള ഒരു സന്ദർഭത്തിലും ആ പുള്ളിക്ക് പുറമേ ആ അടയാളം ഉണ്ടാവില്ല, പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. മിൻഹ ഹബ്ബൻ, അവിടെ തെൻവീനാണ്, ശേഷം ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഹബ്ബാ ഫ, ഹബ്ബാ ഫ, ഫ മിൻഹു, അവിടെയും സുക്കൂനുള്ള നൂന് വന്നു, ഹാഇൻ്റെ മുമ്പ് അതിനെ ഇൽഹാർ ചെയ്യുക. പിന്നെ ഹു എന്നുള്ളത് അവിടെ ഹാ ഉലമീറാണ്. അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പ് ഹർക്കത്തില്ല, അവിടെ നൂന് സുക്കൂനല്ലേ, സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ രണ്ട് ഭാഗത്തും ഹർക്കത്തുണ്ടോ നോക്കിയാൽ ഒരു ഭാഗത്ത് മാത്രമേ ഹർക്കത്തുള്ളൂ. അതുകൊണ്ട് അതിന് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ പാടില്ല. ഹു എന്ന് മാത്രമേ പറയാവൂ, ഫമിൻ ഹു എന്നേ പറയാവൂ. അതേസമയത്ത് ആ ഹാ ഉലമീറിൻ്റെ മുമ്പും ശേഷവും രണ്ട് ഭാഗത്തും ഹർക്കത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഫമിൻ ഹു ഒരു രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം അവിടെ നീട്ടണമായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ നീട്ടാൻ പാടില്ല. ഫമിൻ ഹു കുലൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, അത് മദ് ആരിലായിട്ട് വരും. വജഅൽനാ ഫീഹ ജന്നാത്ത്, അവിടെ നൂൻ്റെ ശബ്ദം മണിക്കുക. ജന്നാത്തിമ്മിൻ, അവിടെ തെൻവീന് വന്നു, തിൻ എന്നുള്ളടത്ത് തെൻവീന് വന്നു, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ജന്നാത്തിമ്മിൻ, മിൻ നഖീലിൻ,
നൂനിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന്, അവിടെയും ഇദ്ഗാം ബിഗുന്ന, ആ സുക്കൂണിലെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. മിൻ നഖീലിൻ, നഖീലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം വാവ്, അവിടെയും ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ നഖീലിയോ വ, നഖീലിയോ വ. വ അയനാബിയോ വ, അവിടെയും അത് തന്നെ, വ അയനാബിയോ വ, വ അയനാബിയോ വ. വ ഫജ്ജർന ഫീഹ മിനൽ ഒയൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്തതായത് ലിയക്കുലു മീൻ സമരിഹി, മീൻ സമരിഹി എന്ന് പറയുമ്പോൾ സാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു. ആ സുക്കൂണിലെ നൂനിനെ അവിടെ അവ്യക്തമാക്കി മണിച്ച് പാരായണം ചെയ്യണം. ഇഖ്ഫ ആണ് അവിടുത്തെ നിയമം. മീൻ സമരിഹി, സമരിഹി എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹ ഉദമീർ നോക്കൂ, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അപ്പോൾ ഹി എന്ന് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടിയിട്ട് പറയണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു യാൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ടാവും. വമാ ആമിലത് ഹു, അവിടെ ഹ ഉദമീർ വന്നു. ആ ഹ ഉദമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടോ? ശേഷം ഹർക്കത്തുണ്ട്, മുമ്പ് താഇന് സുക്കൂന, ഹർക്കത്തില്ല. അപ്പോൾ അതിനെ നീട്ടാൻ പാടില്ല. അവിടെ അമിലത് ഹു എന്നേ പറയാവൂ, അമിലത് ഹു എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ നീട്ടാനുള്ള അടയാളങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. സാധാരണ അങ്ങനെ നീട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വാവ് കൊടുക്കും. ഐദീഹിം, അവിടെ ഒരു സിലി കാണാം, പാരായണം നിർത്താതെയും ഓതാം, നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. അഫല യഷ്കുറൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. സുബ്ഹാന, ബാ ഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. സുബ്, ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. സുബ്ഹാനല്ലസി ഖലക്കൽ അസ്വാജ കുല്ലഹ മിമ്മ, മീമിൻ്റെ ശബ്ദം മണിക്കുക. തുംബിത്തു, അവിടെ ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു. ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദമാക്കി മാറ്റുന്നതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോൾ തുൻ എന്നല്ല പറയാം, തും, അവിടെ മീമാണെന്ന് വിചാരിക്കുക. തുംബിത്തു, സാവകാശം മീമിലേക്ക് പോകുന്ന രൂപത്തിൽ. തുംബിത്തുൽ അർദു വമിൻ അംഫുസിഹിം, അവിടെ ഹംസയുടെ മുമ്പ് സുക്കൂണിലെ നൂന്, ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ വമിൻ അംഫുസിഹിം, ഫാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അംഫുസിഹിം. വമിമ്മ, മീമിൻ്റെ ശബ്ദം മണിക്കുക. ലാ യഅലമൂൻ, അവസാനത്തെ നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വആയത്തുൽ ലഹുമുൽ അർദുൽ മൈത്തതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യശ്കുറൂൻ സുബ്ഹാനല്ലസീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വ ആയത്തുൽ ലഹുമുൽ അർദ്, വ ആയത്തുൻ ദൃഷ്ടാന്തമാണ്, അൽ അർദ് ഭൂമി. അപ്പോൾ ശരിക്കും അവിടെ ആ വാചകം അൽ അർദു ആയത്തുൻ എന്ന രൂപത്തിലാണ്, ഭൂമി ദൃഷ്ടാന്തമാണ്. പക്ഷേ ആയത്തിനെ മുന്തിച്ചതാണ്, അതിന് പ്രാധാന്യം കൊടുക്കാൻ, ദൃഷ്ടാന്തമാണ് എന്നുള്ളതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ. അൽ അർദു ആയത്തുൻ, അതാണ് ആയത്തുൻ ലഹുമുൽ അർദു എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയത്. ഇനി അർദിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അർദുൽ മൈത്തത്തു. എങ്ങനെയുള്ള ഭൂമിയാണ്? നിർജീവമായ ഭൂമി. അപ്പോൾ ആ നിർജീവമായ എന്നുള്ള പദം, മൈത്തത്ത് എന്നുള്ള പദം, അത് സിഫത്താണ്, നാത്താണ്, അല്ലെങ്കിൽ വിശേഷണമാണ്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, അൽ അർദു തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്, അൽ മൈത്തത്തു അതിൻ്റെ തുടക്കത്തിലും അലിഫ്ലാമുണ്ട്. അർദ് സ്ത്രീലിംഗ പദമാണ്, മൈത്തത്ത് സ്ത്രീലിംഗ പദമാണ്. അർദ് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലമ്മാണ്, അതിന് റഫ് കിട്ടിയിട്ടുണ്ട്. മൈത്തത്ത് എന്നുള്ളതിനും റഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ രൂപത്തിൽ എഴുതി, കാരണം സിഫത്തായതുകൊണ്ട്. ഇനി അഹ്യൈനാ ഹാ, അഹ്യൈനാഹു എന്നല്ല, അഹ്യൈനാ ഹാ, അതിനെ നാം ജീവിപ്പിച്ചു. അവിടെ അതിനെ എന്ന് ഉപയോഗിക്കാൻ ഹാ എന്നാണ് ഉപയോഗിച്ചത്, സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. എന്താ കാരണം? ഭൂമിയെ പറ്റിയാണ് പറഞ്ഞത്, ആ ഭൂമിയെ നാം ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭൂമി സ്ത്രീലിംഗം ആയതുകൊണ്ട് അഹ്യൈനാ ഹാ എന്ന് ഉപയോഗിച്ചു. ഭൂമി പുല്ലിംഗമായിരുന്നെങ്കിൽ അഹ്യൈനാഹു എന്നാണ് പറയാം. വ അഖ്റജ്നാ മിൻ ഹാ, വ അഖ്റജ്നാ നാം പുറത്തു കൊണ്ടുവന്നു, മിൻ ഹാ അതിൽ നിന്ന്, മിൻ ഹാ മിൻഹു എന്നല്ല, മിൻ ഹാ ആ ഭൂമിയിൽ നിന്ന്. അപ്പോൾ മിൻ ഹാ എന്നുള്ളതിൽ ഹാ എന്നുള്ള സ്ത്രീലിംഗ പദം ഉപയോഗിക്കാൻ കാരണം അർദിനെ പറ്റിയാണ് പറഞ്ഞത്, അത് സ്ത്രീലിംഗം ആയതുകൊണ്ട്. ഇനി അഖ്റജ്ന നാം പുറത്തു കൊണ്ടുവന്നു. എന്താ പുറത്തു കൊണ്ടുവന്നത്? ഹബ്ബൻ, ധാന്യത്തെ. അപ്പോൾ ഹബ്ബൻ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, അതുകൊണ്ടാണ് ഹബ്ബൻ ഫസ്റ്റ് തൻവീനിട്ട് എഴുതിയത്. ഫമിൻഹു യഅ്കുലൂൻ,
വജഅൽന ഫീഹ ജന്നാത്തിൻ, വജഅൽന നാം ഉണ്ടാക്കുകയും ചെയ്തു. എന്താണ് ഉണ്ടാക്കിയത്? ജന്നാത്ത്, തോട്ടങ്ങൾ. അപ്പോൾ ആ തോട്ടങ്ങൾ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതിന് നെസ്ബ് കിട്ടണം. പക്ഷേ ഇവിടെ ഫത്ത് തൻവീനൊന്നുമല്ലല്ലോ കൊടുത്തത്, കസ്ർ തൻവീനാണ്. എന്താ കാരണം? അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ജെറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും കസ്ർ കൊണ്ടാണ്, അല്ലെങ്കിൽ കസ്ർ തൻവീൻ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഈ കസ്ർ തൻവീൻ ഇട്ടത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ജന്നാത്തൻ എന്നൊരു പദപ്രയോഗം ഇല്ല, ജന്നാത്തിൻ. അവിടെ ഫത്ത് തൻവീൻ ഇടേണ്ട സന്ദർഭം വന്നാൽ കസ്ർ തൻവീനാണ് ഇട്ട് കൊടുക്കുക. മിൻ നഖീലിൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. അതുകൊണ്ടാണ് നഖീലിൻ അതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇടാനുള്ള കാരണം, ജെറ് കൊടുക്കാനുള്ള കാരണം ആ മിന്ന് വന്നതുകൊണ്ടാണ്. മിന്ന് ഹർഫ് ജറാണ്. വ അയനാബിൻ, അയനാബ് എന്നുള്ളതിന് എന്തുകൊണ്ടാണ് അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ടത്? ആ മിന്ന് ഇതിനും ബാധകമാണ്. മിൻ എന്നുള്ളത് നഖീലിന് ഒറ്റയ്ക്കുള്ളതല്ല. മിൻ എന്ന് കഴിഞ്ഞിട്ട് നഖീലിൻ വ അയനാബിൻ എന്ന് രണ്ടും ഒന്നിച്ചാണ്. അപ്പോൾ അയനാബിനും ഈ മിന്ന് ബാധകമാണ്. അതുകൊണ്ട് അയനാബിൻ എന്ന് കൊടുത്തു, ജെറ് കിട്ടി. വ ഫജ്ജർന ഫിഹ മിനൽ ഒയൂൻ, മിൻ എന്നുള്ള ഹർഫ് ജെറ്, ഒയൂനി അവസാനത്തിൽ കസ്റിടാനുള്ള കാരണം അവർ മിൻ വന്നതുകൊണ്ട്. ലി ഏക്കുലു, അവിടെ ലി ഏക്കുലു എന്നാണ്. ശരിക്കും അവിടെ എങ്ങനെയാണ്? അക്കല ഏക്കുലു ഏക്കുലൂന, ഏക്കുലൂന അവർ തിന്നുന്നു എന്നുള്ളതിൻ്റെ മുമ്പിൽ അൻ വരും. അൻ വന്നു കഴിഞ്ഞാൽ അൻ ഏക്കുലു എന്നാവും. അന്ന് വന്നാൽ മുളാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. അപ്പോൾ ഏക്കുലൂന എന്നുള്ളതിന് എങ്ങനെ നെസ്ബ് കൊടുക്കും ചോദിച്ചാൽ അതിൻ്റെ അവസാനത്തെ നൂനെ കളയാ ചെയ്യുക. അപ്പോൾ അൻ ഏക്കുലു എന്നാണ് പറയാം. എന്നാൽ അതിൻ്റെ മുമ്പിൽ ഒരു ലീ വരുമ്പോൾ ആ അന്നിനെ ഒഴിവാക്കാം, ലി ഏക്കുലു എന്ന് മാത്രമാക്കാം. ശരിക്കും അവിടെ ലി അൻ ഏക്കുലു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഈ സാധാരണഗതിയിൽ ലി ഏക്കുലു എന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിലൊരു അൻ മറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിന് നെസ്ബ് കിട്ടിയതാണ്. ലി ഏക്കുലൂന എന്ന് എഴുതാതെ ലി ഏക്കുലു അവസാനത്തെ നൂനെ കളഞ്ഞതാണ്. അർത്ഥം പറയുമ്പോൾ അന്നിൻ്റെ അർത്ഥം കൂടെ ചേർത്തിട്ട് പറയണം. തിന്നുവാൻ വേണ്ടി, ആൻ എന്നൊരർത്ഥം അന്ന് വരുമ്പോൾ കിട്ടുന്നതാണ്. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ലി അൻ, അൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആവാൻ. അപ്പോൾ ലി അൻ ഏക്കുലു, തിന്നുവാൻ വേണ്ടി, അങ്ങനെയാണ് അതിന് അർത്ഥം കൊടുക്കുക. മിൻ സമരിഹി, അവിടെ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് സമരി എന്നെഴുതിയത്, ജെറ് കിട്ടി. ഇനി ആ സമരി എന്നുള്ളതിൻ്റെ കൂടെ ഹു എന്ന് ചേരൂല, ഹി എന്നാ ചേരുക. അതുകൊണ്ടാണ് സമരി ഹി എന്നെഴുതിയത്. സമറു എന്നാണെങ്കിൽ സമറു ഹു എന്നാ പറയാം. വമാ അമിലത്ത് ഹു, അവിടെ അമിലത്ത് എന്നെന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? കാരണം അതിനുശേഷം ഐദ് വന്നു. ഈ ശരീരത്തിലുള്ള നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഇരട്ടയായിട്ട് വരുന്ന ശരീരഭാഗങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന പദങ്ങൾ സ്ത്രീലിംഗമായിട്ടാണ് പൊതുവേ പറയാം. അപ്പോൾ ഐദ്, കൈകൾ, അത് ഇരട്ടയായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അത് സ്ത്രീലിംഗ പദമാണ്. അതിനെപ്പറ്റിയാണ് അമിലത്ത് ഹു, അത് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കൈകൾ പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ കൈകളാണ് അവിടെ ഫായില്, സബ്ജക്റ്റ്, കർത്താവ്. അപ്പോൾ അതിനനുസരിച്ച് ക്രിയ മാറും. അവിടെ ഐദ് സ്ത്രീലിംഗ ആയതുകൊണ്ട് അമില എന്ന് പോരാ, അമിലത്ത് അതിനെ സ്ത്രീലിംഗ ആക്കണം. അങ്ങനെയാണ് അവിടെ ഒരു താ ചേർന്നത്. അഫല യഷ്കുറൂൻ, സുബ്ഹാനല്ലദീ ഖലക്കൽ അസ്വാജ, ഖലക്ക സൃഷ്ടിച്ചു, ആരെ സൃഷ്ടിച്ചു? അൽ അസ്വാജ, ഇണകളെ, അല്ലെങ്കിൽ ഇണകളായി. അപ്പോൾ ആ അസ്വാജ് എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതുകൊണ്ടാണ് അസ്വാജ എന്ന് നെസ്ബിട്ട് എഴുതിയത്, അവസാനത്തിൽ ഫത്തഹിട്ട് എഴുതിയത്. കുല്ലഹ മിമ്മ തുംബിത്തുൽ അർദു, തുംബിത്തു മുളപ്പിക്കുന്നു. ആര്? ഭൂമി. ഭൂമി മുളപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭൂമിയാണ് ഫായിൽ. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അർദു അവസാനത്തിൽ ലമ്മിട്ട് എഴുതിയത്. ഇനി ആ ഫായിലിനനുസരിച്ച് ക്രിയ മാറണം. അർദു എന്നുള്ളത് സ്ത്രീലിംഗാണ്. അതുകൊണ്ട് യുംബിത്തു എന്ന് പറയാൻ പറ്റില്ല, തുംബിത്തു ആവണം. സ്ത്രീലിംഗ രൂപത്തിലേക്ക് മുദാരീനെ മാറ്റുമ്പോൾ യാന് പകരം താ ആക്കും. യുംബിത്തു എന്ന് പറയാതെ തുംബിത്തു എന്ന് പറയാൻ കാരണം അർദ് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ്. വമിൻ അൻഫുസിഹിം, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് അൻഫുസി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. അവിടെ മിന്നില്ലായിരുന്നെങ്കിൽ അൻഫുസു എന്നാണ്. അൻഫുസു എന്ന് വന്നാൽ പിന്നെ അൻഫുസുഹും എന്നാ പറയാം. അൻഫുസി എന്നാണെങ്കിൽ പിന്നെ അൻഫുസിഹിം എന്നാ പറയാം. അവസാനത്തിൽ കസ്റാണെങ്കിൽ കസ്റിന് ശേഷം ഹിം എന്ന് പറയും, ലമ്മാണെങ്കിൽ ലമ്മിന് ശേഷം ഹും എന്ന് പറയും. അപ്പോൾ അൻഫുസു ഹും, അൻഫുസി ഹിം അങ്ങനെ പറയാം. ഇവിടെ അൻഫുസി എന്ന് പറയാൻ കാരണം മിന്ന് വന്നതുകൊണ്ട്. അപ്പോൾ പിന്നെ അൻഫുസി എന്ന് പറഞ്ഞാൽ പിന്നെ ഹിമ്മേ ചേരൂ. വമിമ്മ ലാ യഅലമൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.